ഹലോ ഗായ്സ്, ഇന്നിപ്പോൾ നമ്മുടെ മക്കളുടെ സെൻഡ് ഓഫ് ആണ്. അപ്പോൾ ഞാൻ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. ഇതാണ് എൻ്റെ സാരി, ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാം റെഡി ആയതിൻ്റെ ശേഷം ഞാൻ പോയി കോളേജിൽ പോയപ്പോൾ അവിടുത്തെ ട്രോഫിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും ഫുള്ള് വർക്കിലാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ഇരുന്ന് അവിടെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ രശ്മി കേട്ടോ, നമ്മുടെ അക്കൗണ്ടൻ്റ് ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അപ്പോൾ രശ്മി കുറച്ച് തിരക്കിലാണ്, കാരണം ഇന്നിപ്പോൾ പ്രോഗ്രാം ആകുമ്പോൾ എല്ലാവരും ഫുള്ള് തിരക്കിലായിരിക്കും. നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ഫൈനൽ ഇയേഴ്സിനുള്ള സർപ്രൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഫുള്ള് ഫോട്ടോസൊക്കെ തൂക്കി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോസൊക്കെ തൂക്കിയിട്ടുള്ള ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. അനൗൺസ്മെൻറ്റ് പറയലും ആശംസ പറയലൊക്കെ ഞാനായിരുന്നു കേട്ടോ. പക്ഷേ ആശംസയിൽ ഞാൻ കരഞ്ഞു കൊളാക്കി. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഫെബിൻ റഹ്മാൻ ആയിരുന്നു. അപ്പോൾ ആള് നല്ല അടിപൊളി പ്രസംഗമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് സമ്മാനദാനമായിരുന്നു. നമ്മുടെ മക്കളായിരുന്നു ഫുട്ബോളിൽ വിന്നേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ട്രോഫി കൊടുത്തു. അത് കഴിഞ്ഞ് റണ്ണറപ്പ് ആയിട്ടുള്ള നമ്മുടെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ടീമിന് കൊടുത്തു. നമ്മുടെ ക്രിക്കറ്റ് കോമ്പറ്റീഷന് വിന്നറായത് നമ്മുടെ ഫൈനൽ ഇയേഴ്സ് ആണ്. അപ്പോൾ അവർക്കുള്ള ട്രോഫിയും അവിടെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലോഗോ പ്രകാശനം കൂടി ഈ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടുണ്ടായി. എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കലാപരിപാടികളായിരുന്നു. അടിപൊളി ഡാൻസുകളായിരുന്നു കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും കൂടി ഫൈനൽ ഇയേഴ്സിൻ്റെ സെൻഡ് ഓഫിന് വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ BA ഫൈനൽ ഇയേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു. അടിപൊളി ഡാൻസേഴ്സാണ് കേട്ടോ നമ്മുടെ BA ഫൈനൽ ഇയേഴ്സ്. പിന്നെ BComമാർ ഒപ്പം തന്നെ കളിക്കുന്നതാണ്, പക്ഷെ അവർ കളിക്കാൻ പറ്റിയില്ല. ഇവരുടെ ഡാൻസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം ഇനിയൊരു ഡാൻസ് ഇവരുടെ ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നല്ല സങ്കടമൊക്കെ തോന്നി. അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ അവസാനിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമായിരുന്നു. ഗീ റൈസും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് കാണാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു ക്ലാസ് റൂമിലാണ് കേട്ടോ അവരുടെ സർപ്രൈസ് ഉണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ ട്രെൻഡാണ് ഈ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരയാത്തവർ പോലും അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ കരഞ്ഞുപോയി. അവരുടെ പഴയ ഫോട്ടോസും മെമ്മറീസും ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അങ്ങോട്ട് സങ്കടം വന്നു. എനിക്കെന്നല്ല കേട്ടോ, നമ്മളുടെ പല ടീച്ചേഴ്സും കരയാണ്ട് പിടിച്ചു നിന്നവർക്ക് പോലും അവിടെ വന്നപ്പോൾ സങ്കടം വന്നു. അങ്ങനെ അവരുടെ കുറിച്ചിട്ട് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ ഞാൻ സംസാരിച്ചു. അവരെക്കുറിച്ച് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാൻ സംസാരിച്ചതാണ്. അങ്ങനെ ഫുള്ളാക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാനവിടെ കരഞ്ഞു പോയി. കാരണം എന്താ വെച്ചാൽ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു. നമ്മൾ ഏതൊരു ക്ലാസ് ടീച്ചർക്കും ഒരിക്കലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത നിമിഷങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇന്നലെ പോയത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്ലാസ്സിൽ പവിത്ര വന്ന് ടീച്ചറെ നമ്മൾ ഇനി ഇങ്ങനത്തെ ഫോട്ടോ ഒന്നും എടുക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാണ്ട് കരഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും കൂടി വന്നു. പിന്നെ എനിക്കൊന്നും പറയാനില്ല, ആകെ വിഷമായി. മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയാം കേട്ടോ. കാരണം ഞാനൊരു ടീച്ചർ ആയതിൻ്റെ ശേഷം ഒരുപാട് സ്റ്റുഡൻസിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത്രയധികം വിഷമവും അതുപോലെ തന്നെ ഇത്രയധികം ഫീലിങ്സും ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ബാച്ച് പോകുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, എൻ്റെ മനസ്സിലൊരു വിങ്ങലാണ്. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ സർപ്രൈസിന് ശേഷം നമ്മുടെ സെക്കൻഡ് ഇയേഴ്സ് അവർക്ക് വേണ്ടി DJ പ്രോഗ്രാമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അത് കളിക്കാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. അവരൊക്കെ എൻജോയ് ചെയ്തു, അത്യാവശ്യം നന്നായി തന്നെ എല്ലാവരും കളിച്ചു. DJ പരിപാടി അവസാനിക്കാറായപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആകെയുള്ള മെമ്മറി പറഞ്ഞ ഇതൊക്കെ അല്ലേ. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു ദിവസമാണെന്ന്, ഒരിക്കലും ഞാൻ മറക്കാത്തൊരു ദിവസം. ആ ദിവസത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ അവർ 3 വർഷത്തെ അവരുടെ കലാലയ ജീവിതം അവസാനിപ്പിച്ച് കോളേജിൻ്റെ പടിയിറങ്ങി.